അതിപരിശുദ്ധവും ശ്രേഷ്ഠവുമായിരിക്കുന്ന നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവജനവുമായിട്ട് നിങ്ങളുടെ മുൻപാകെയായിരിക്കുവാൻ ലഭിച്ച ഈ വലിയ അവസരത്തെ ഓർത്ത് നന്ദി അറിയിക്കുന്നു. അനൗൺസ്മെന്റ് ചെയ്ത എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഇട മീറ്റിംഗുകൾ സൂമിലാണ് നടക്കുന്നത്. സൂം മീറ്റിംഗിൽ പങ്കെടുക്കാത്ത ചിലരോട് ഞാൻ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ് സൂം മീഡിയയിലുള്ള മീറ്റിംഗ് ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എന്നാൽ അത് സഭയുടെ തീരുമാനമായതുകൊണ്ട് സഭയുടെ തീരുമാനങ്ങൾക്ക് കീഴ്വഴങ്ങാൻ നാം കടമപ്പെട്ടവരാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ അതിനൊരു വ്യത്യാസം ഉണ്ടാകണം എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ട്. എല്ലാവരും അതിൽ സഹകരിക്കണമെന്ന് ആഗ്രഹിക്കുക. ഇന്ന് അല്പസമയം ദൈവവചനവുമായിട്ട് സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുമ്പോൾ പുതിയതായിട്ടുള്ള ഒരു വിഷയമല്ല പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ വളരെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളായിട്ട് എനിക്കത് തോന്നിയതുകൊണ്ട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശേഷം അതിന്റെ 2-3 അധ്യായങ്ങളിൽ സഭകൾക്ക് നൽകപ്പെടുന്ന ദൂതുകളെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൽ നിന്നുള്ള ഇഷ്ടംപോലെ സന്ദേശങ്ങൾ നാം കേട്ടിട്ടുള്ളതാണ്. അത് മാത്രമല്ല ബൈബിൾ ക്ലാസ് ആയിട്ട് ഈ സഭയിൽ അത് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ അതിലെ ഒരു പദപ്രയോഗം ഈ ദിവസങ്ങളിൽ എന്നെ കൂടുതലായിട്ട് ചിന്തിപ്പിക്കുവാനായിട്ട് ഇടയായതാണ്. But from that portion, there's a particular terminology that is used which really touched my heart these days. അത് ആയതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ നിന്ന് ഒരു പദപ്രയോഗം മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. Chapter 3, verse 1-6. We'll read that one, and from there one particular word as emphasized, so I wanted to bring out that one to your knowledge. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്ക് നൽകുന്ന ദൂതുകളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 2 and 3 of Revelation, there are 7 churches in Asia Minor which God has selected and He is giving a selected messages for them. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ പ്രഥമ ശിഷ്യന്മാരിൽ ഒരുവനായിരിക്കുന്ന യോഹന്നാന് ഉണ്ടായതായിട്ടുള്ള വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. And we know that this is a revelation that has been received by one of the apostles, that is John. ഭാവിയിൽ സംഭവിക്കാനുള്ളത് അല്ലെങ്കിൽ വേഗത്തിൽ സംഭവിക്കാനായിട്ടുള്ളത് കർത്താവ് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. And God has revealed the things which have to be taken place in the future, or soon these things are going to take place, that has been revealed to John by God. അത് പറയുമ്പോൾ അതിന് മുൻപായിട്ട് സഭകൾക്ക് നൽകുന്ന ദൂതുകളാണ് 2-3 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. Categorically, these messages is given to the local churches. അതുകൊണ്ട് ഇത് വളരെ പ്രധാനമർഹിക്കുന്ന സന്ദേശങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Therefore, it is so important message that you can understand. പല സ്ഥലസഭകളിലും ഈ സന്ദേശങ്ങൾ കൂടെ പ്രസ്താവിക്കപ്പെടാറുണ്ട്. And there are
different churches, this is repeatedly preached. കാരണം അതിന്റെ പ്രാധാന്യത്തെയാണ് അത് വിളിച്ചറിയിക്കുന്നത്. That shows the importance of this portion. 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗത്ത് സർദീസിലെ സഭയെ കുറിച്ചാണ് പറയുന്നത്. And chapter 3, verse 1 to 6, there we see that the church in Sardis. ആ സഭയോടുള്ള ബന്ധത്തിൽ ദൂത് നൽകുമ്പോൾ അതിന്റെ 1-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദപ്രയോഗമാണ് എന്നെ കൂടുതലായിട്ട് ചിന്തിപ്പിക്കുവാൻ ഇടയാക്കുന്നത്. And the verse 1 and the last portion that has been touched my heart. 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. And verse 1 will read, അവിടെ നാം വായിക്കുന്നു, സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. And to the angel of the church in Sardis write the words of him who has the 7 spirits of God and the 7 stars. I know your works. You have the reputation of being alive, but you are dead. അത് കഴിഞ്ഞിട്ട് വരുന്ന വാക്യത്തിൽ പറയുന്നത് ഉണർന്നു കൊള്ളുക എന്നാണ് And പറയുന്നത്. thereafter was second, ഈ ദിവസങ്ങളിൽ ദൈവജനത്തിന്റെ മധ്യത്തില് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഉണർവ് എന്നുള്ളത്. And these days, especially among the believers, and this things wake up or restoration that subject is speaking about a lot. ഉൾപ്പെടുന്ന സഭയില് ഉണർവും ചൈതന്യമുള്ള ശുശ്രൂഷകൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് നല്ല കാര്യമാണ്. And it is good that as a church which we are to have this, the spirit of restoration. ചില നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നല്ല കാര്യമാണ്. Some good things to do. എന്നാൽ നാം അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കർത്താവ് ഇവിടെ സർദീസിലെ സഭയ്ക്ക് എഴുതുകയാണ്. But there is some fundamental truth regarding the restoration which has been brought by God to the church of Sardis. അതിന്റെ 1-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം ഇപ്രകാരമാണ് വായിക്കുന്നത്, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. And the last verse of verse 1 it says that I know your workers. You have the reputation of being alive, but you are dead. സർദീസ് സഭ സ്ഥിതി ചെയ്തിരുന്ന ഒരു പട്ടണത്തിൽ സർദീസ് എന്നുള്ളത് പട്ടണമാണ്. And Sardis, the name is the name of a city. അതിന്റെ ചരിത്ര പശ്ചാത്തലം നാം മനസ്സിലാക്കുമ്പോൾ വളരെ സമ്പന്നമായിരുന്ന ഒരു പട്ടണമായിട്ടാണ് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. The history of the Sardis, we can understand that it is one of the richest city of that those days. റോമ സാമ്രാജ്യത്തിന്റെ കീഴിൽ അതായിരുന്നപ്പോൾ അതിനെ ഒരു വാണിജ്യ വ്യവസായ സമ്പന്നമാക്കിയ ഒരു നഗരമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. And this is one of the cities which has been especially meant for business. ഞാൻ അതിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായി സാധിച്ചത് ആദ്യമായിട്ട് സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ആ നഗരത്തിലാണ്. And this is the place where the first of the days, the coins of gold and silver has been made. അങ്ങനെ ഏത് നിലയിൽ നോക്കിയാലും വളരെ ഒരു സമ്പന്നമായിരിക്കുന്ന ഒരു പട്ടണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. And therefore, many goes, the city was so rich city. ആ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രാദേശിക സഭയാണ് സർദീസഭ. And in this city, there is a local church established that's known as the church at Sardis. ആ സഭയെക്കുറിച്ച് കർത്താവ് എഴുതുന്ന യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Regarding this church, God has revealed some truth to John the Apostle. അതിനെ പറയുന്നത് ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എന്നാണ്. And the first thing that God has revealed to him that you have a reputation being alive. നോക്കണം, ഈ സഭയ്ക്ക് ഒരു പേരുണ്ട്. And the church has got a name. ആ പേരാണ് ജീവനുള്ളത്. And the name of that is you have a reputation that you have alive. നമുക്കറിയാം, നാം രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നിരിക്കുന്ന നാം ഓരോരുത്തരും
സഭയുടെ അംഗങ്ങളാണ്. And we know that those who are born again, and we are the members of the Church of God. നാം ജീവനുള്ള കല്ലുകളായിട്ട് അതിനോട് ചേർന്നിരിക്കുകയാണ്. And we are living stones, and which have been built for the church. ലേഖനം പരിശോധിക്കുമ്പോൾ നാം വായിക്കുന്നത് നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായിരുന്നു എന്നുള്ള സത്യമാണ്. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ജീവിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നാം ഇന്ന് ജീവനുള്ളവരാണ്. സഭയെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നത് നിനക്ക് ജീവനുള്ള എന്നൊരു പേരുണ്ട്. At the church of service and said, you have a reputation that you are alive. പ്രിയമുള്ളവരെ, അത് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചുണർത്തുകയാണ് ചെയ്യുന്നത്. And this is the Spirit of God is reminding us again and again. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ആ ക്രിസ്തുവിന്റെ ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന നമുക്കൊക്കെ അനുഗ്രഹീതമായ ചില നാമങ്ങൾ തന്നിട്ടുണ്ട്. Anyone who came to the Lord Jesus Christ and personally accepted Him, God has given certain names to them. ആ ക്രിസ്ത്യാനി എന്ന പേര് നമുക്കുണ്ട്. And we have a name called Christian. വിശുദ്ധൻ എന്ന പേര് നമുക്കുണ്ട്. And we have a name called saint. വിശ്വാസി എന്ന പേരുണ്ട്. And we have a name called believer. അങ്ങനെ അനേക പേരുകൾ നമുക്കുണ്ട്. And there are different names that we got it. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുന്നവരുടെ അധികാരം കൊടുത്തിരിക്കുന്നു. ആ ദൈവമക്കളാണ്. Anyone who believe on the Lord Jesus Christ, God has given the right to become the sons of God. Therefore, we are the children of God. അപ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ നാമങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആ ആത്മീയമായ സത്യങ്ങൾ നാം തിരിച്ചറിയുന്നത് ആവശ്യമാണ്. Therefore, we must acknowledge or understand that for every name which we carry, there is a spiritual application or a spiritual meaning on it. ഇവിടെ സഭയോട് പറയുകയാണ്, നിങ്ങൾക്ക് ജീവനുള്ളവൻ എന്ന പേര് നിനക്കുണ്ട്. And here the Lord says to the church of Sundays that you have a reputation that you are alive. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഓരോരുത്തരിലേക്കും വിരച്ചുകൊണ്ട് പറയുകയാണ്, നിനക്ക് ജീവനുള്ളവൻ എന്ന പേരുണ്ട്, നീ അത് ഓർക്കണം. And the Spirit of God today is pointing to each and every one of us and saying that you are alive. പക്ഷേ ദുഃഖകരമായിട്ടുള്ള കാര്യം തുറന്നുള്ള വാക്കാണ്. But the third thing which we follow later. അവിടെ പറയുന്നത് എങ്കിലും എന്നാണ്. But there are three things that yet you are. എങ്കിലും നീ മരിച്ചവനായി. Yes, you are dead. എത്രയോ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. What a sad story is this. നമുക്കറിയാം, നാം പാപങ്ങളിൽ മരിച്ചിരുന്ന നമ്മെ ജീവിപ്പിച്ചെങ്കിൽ ഇന്ന് നമ്മെ കുറിച്ച് പറയുകയാണ് നിനക്ക് ജീവനില്ല എന്ന് പറയുന്നു എന്ന് വിചാരിക്കുക, അത് എത്രയോ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. There was a time we were dead in sins and trespasses, but we got life in Christ. But today, there's something that God says that you are dead. ഈ ഇവിടെ പറയുന്ന ജീവനുള്ള പേര് എന്ന് പറയുമ്പോൾ ആ പേരിന് അന്വർത്ഥമായിട്ടുള്ള നിലയിലാണോ നാം ഇന്ന് ജീവിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. And here there is something wrong that we have to be considered seriously. That is, we are alive. There is a tension that we got it. നല്ല In that condition. നല്ല ഇടയനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. As a good shepherd, our Lord Jesus Christ came to this world and He said something very serious. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. Gospel of John, chapter 10, verse 10 reads like this. മോഷ്ടിപ്പാനും അറുപ്പാനും ഒടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. Chapter 10, verse 10 of John, we read like this. The thief comes only to steal and kill and destroy. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാക്കുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. Saying that they may have life and have it abundantly. പ്രിയമുള്ളവരെ, നാം പാപങ്ങളിൽ മരിച്ചിരുന്ന നാം ജീവിക്കപ്പെട്ടിരുന്നെങ്കിൽ ആ ജീവന്റെ തുടിപ്പ് നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടത് വളരെ ആവശ്യമാണ്. And it was true that there was a time that we were dead in sin and trespasses, but we are alive through Christ. Therefore, we need to live
സർദീസിലെ സഭയോട് ഈ വന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം വളരെ വാസ്തവമായിട്ട് നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇവനൊരു പേര് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് നമ്മെ മനസ്സിലാക്കുവാൻ കഴിയുന്ന വസ്തുത ആ സഭയിൽ നടക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ ഭാഷയിൽ നാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥനായോഗമുണ്ട്, ബൈബിൾ ക്ലാസ് ഉണ്ട്, വചന പഠനയോഗമുണ്ട്. മാത്രമല്ലാത്ത പല വിവിധങ്ങളായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. എന്നാൽ ഇതൊക്കെ നിലനിൽക്കുന്ന ആ സഭയെക്കുറിച്ച് പറയുകയാണ്, നിനക്ക് ജീവനുള്ള എന്ന പേര് നിനക്കുണ്ട് എങ്കിലും നീ മരിച്ചവനാണ്. ഇവിടെ ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ പല ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലൊന്ന് 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സഭയിൽ നിനക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് അത് നമ്മെ ഓർപ്പിക്കുന്നത്? എല്ലാമുണ്ട്, പക്ഷേ ചില ബന്ധനങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ദൈവത്തിന്റെ ആത്മാവെടുത്ത് പറയുകയാണ്. ഉടുപ്പ് മലിനമാകാത്ത ചിലർ നിനക്ക് സന്ദേശമുണ്ട്. അതിന്റെ അർത്ഥം അവിടെ നല്ലൊരു ശതമാനവും ഈ ലോകത്തിന്റെ ഇച്ഛകളിലും വഴികളിലും ജീവിക്കുന്നവരാണ് എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തോട് ചേർത്ത് ബന്ധിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു നഗ്ന സത്യമാണിത്. എല്ലാമുണ്ട്, പക്ഷേ പല ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് ഒഴിവുള്ളവരായിട്ട് തീരുവാനായിട്ട് കഴിയുന്നില്ല. എന്റെ വ്യക്തിപരമായ ജീവിതത്തില് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനായിട്ട് എന്നെ ഇടയാക്കുന്ന സംഗതി എന്ത് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടും അതിൽ നിന്ന് വേർപെടുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അത് എത്രയോ ദുഃഖകരമാണ്. Since we understand that even when we are continuing in that positive situation, it is so difficult. ആ കുറവുകൾ എനിക്കറിയാം, എന്റെ കർത്താവിനറിയാം. I know the shortcomings, but I knew it and the Lord knows. അതാണ് 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. But we read in verse 1, I know your work. ചില പ്രവൃത്തികളൊക്കെ നടക്കുന്ന സ്ഥലസഭയാണ് ഈ സന്ദേശസഭ. There are various things are taking place. പക്ഷെ ആ പ്രവൃത്തികളിലൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല. But God is not pleasing on their service. കാരണം എന്താണ്? വ്യക്തിപരമായിട്ടുള്ള ഉണർവ് അവിടെ നടക്കുന്നില്ല. Because personally the thing what God wants, the restoration that is not taking place over there. ശരിയാണ്, ഞാൻ നല്ല വസ്ത്രം ധരിച്ച് ഞാൻ മീറ്റിങ്ങുകൾക്ക് പോകുന്നുണ്ട്. And I go for all such activities. ഞാൻ പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രബോധിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. I do sing, I do pray, I do praise God, and everything is there. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം കർത്താവുമായിട്ട് നമ്മുടെ എങ്ങനെയാണ്? But we have to seriously consider the relationship that we have with Christ. How it is. എന്നാൽ കർത്താവ് പറയുകയാണ്, നീ മരിച്ചിരിക്കുകയാണ്. But the Lord says to tell you that you are dead. നീ ഉണരേണ്ട ആവശ്യമുണ്ട്. You must wake up. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യമാണെന്ന് തോന്നുന്നു. ആ ഭാഗത്ത് അപ്പോസ്തലൻ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്.
say something very serious. അവിടെ പറയുന്നത് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ആ കർത്താവ് നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. Awake, all sleepers, and arise from the dead, and Christ will shine on you. മരിച്ചവരുടെ ഇടയിൽ കിടന്ന് ആർക്കെങ്കിലും ഉറങ്ങാനായിട്ട് പറ്റുമോ? Can anybody sleep in the midst of dead body? അവിടെ പറഞ്ഞിരിക്കുന്ന മരിച്ചവർ എന്നുള്ളത് ഈ ലോകത്തിന്റെ വഴികളിൽ ജീവിക്കുന്ന പാപികളായിട്ട് ജീവിക്കുന്ന അനേകം മനുഷ്യരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അവരുടെ മധ്യത്തിൽ നമുക്ക് ഉറങ്ങുവാനായിട്ട് പറ്റുകയില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മുടെ മേൽ ദൈവം പ്രകാശിക്കണമെങ്കിൽ നാം ഉണരേണ്ട ആവശ്യമുണ്ട്. ഉണർവും കൈവരിയുള്ള ഒരു പ്രസംഗം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല കാര്യമാണ്. ഉച്ചത്തിൽ പാട്ടുപാടി ഭയങ്കര നന്നായിട്ട് സന്തോഷിക്കണം, ആനന്ദിക്കണം എന്നുള്ളത് നല്ല കാര്യമാണ്. അതൊക്കെ ആഗ്രഹിക്കുമ്പോൾ തന്നെ സ്വയം ഉണർത്തപ്പെടുവാനായിട്ടുള്ള ഒരു വീണ്ടും വിചാരം നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. And we desire for all those things. We personally need to have an awaken. അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. It has to be done by ourselves. മറ്റൊരാൾക്ക് അവർക്ക് ഉപദേശം നൽകുവാനായിട്ട് സാധിക്കും. But others can exhort us and bring us, they can teach us. എന്നാൽ ചെയ്യേണ്ടത് നാമാണ്. But we have to do it by ourselves. ഉണരേണ്ട നാഴിക വന്നിരിക്കുകയാണ്. Time is arrived. സമയം അടുത്തിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉണരാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുക. അല്ലയോ സത്യസമയെ, നിനക്ക് ജീവനുള്ളവനെന്ന പേരുണ്ടെങ്കിൽ നീ മനുഷ്യരാണ്, എന്നാൽ നീ ഉണർന്നു കൊള്ളുക, നിനക്കിപ്പോൾ സമയമുണ്ട്. സാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്ന് തുറന്നാണ് നാം വായിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന്റെ ഒരു തുടിപ്പ് അവിടെ ഉണ്ട്. അതിനെ ശക്തീകരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യം ഒന്ന് ചിന്തിക്കാം. നമുക്ക് ബലഹീനത വന്നു കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യും? ശക്തിപ്പെടുവാനായിട്ടുള്ള ഉപാധികൾ നാം സ്വീകരിക്കും. പ്രിയമുള്ളവരെ, ആത്മീയമായ വിഷയങ്ങളിലും അത് അതുപോലെ തന്നെയാണ്. പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലൂ, നാം ശക്തി പ്രാപിക്കൂ. ഒരു കാര്യം ഞാൻ പറയാം, ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാത്തിടത്തോളം കാലം അവന് ശക്തി പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മെസ്സേജ് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, കുഷ്ഠരോഗിയായിരുന്ന ആ നയമാന് അവനെക്കുറിച്ച് ആ ഇസ്രായേൽക്കാരി പെൺകുട്ടി ആഗ്രഹിച്ച തന്റെ ആഗ്രഹവും പ്രാർത്ഥനയും നാം ഓർത്തതാ. Naaman, we heard that the maid of Naaman's house, she wanted that, love my master, just go to that prophet. അവൾ എന്താണ് പറഞ്ഞത്? സമരിയയിലെ പ്രവാചകന്റെ അടുക്കിലേക്ക് എന്റെ യജമാനൊന്ന് കടന്നു ചെന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയാണ്. അവൻ കടന്നുപോയതിൽ നിന്ന് അവന്റെ പരിണത ഫലം നാം മനസ്സിലാക്കിയതാണ്.
and that is good water. അവനെ ശുദ്ധീകരിച്ചപ്പോൾ അവന്റെ ശരീരം അവന്റെ ആ പ്രായത്തിനത്തല്ല ഒരു ചെറുബാലന്റെ നിലയിലേക്കുള്ള ആ അവസ്ഥയിലേക്ക് അവനെ കൊണ്ട് കണ്ടെത്തിച്ചു. And his body became just like a body of a display. പ്രിയമുള്ളവരെ, കഴുകനെ പോലെ ചിറകടിച്ചുയരണമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലണം എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന വിഷയമാണ്. പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധയോടുകൂടെ വളരെ കൂലങ്കഷമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. സ്വയം ഉണർത്തപ്പെട്ടാൽ ഉണർവ് അവിടെ ഉണ്ടാകും. പ്രിയമുള്ളവരെ, നന്നായിട്ട് പ്രസംഗിക്കുന്നതല്ല ഉണർവിന്റെ മാനദണ്ഡം. അത് ഉണർവുള്ളവർ ചെയ്യുന്ന കാര്യമാണ് എന്നുള്ളത് മറ്റൊരു വശമാണ്. പല ശുശ്രൂഷകൾ ചെയ്യുന്നതല്ല ആത്മീയതയുടെ മാനദണ്ഡം. എല്ലാ മീറ്റിങ്ങുകളിലും മുടക്കം കൂടാതെ പങ്കെടുക്കുന്നതല്ല ആത്മീയതയുടെ മാനദണ്ഡം. അതൊക്കെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തില് ക്രമീകരണം വന്നിട്ടില്ലെങ്കിൽ നാം ചെയ്യുന്ന ഒരു കാര്യവും പ്രയോജനമുള്ളതായി തീരുകയില്ല. അത് വെറും പ്രയോജനശൂന്യമാണ് എന്നുള്ള നഗ്ന സത്യം നാം അറിയേണ്ടതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഈ പ്രകാരം പറഞ്ഞല്ലോ, എന്നോട് കർത്താവെ കർത്താവെ പറയുന്ന യവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം നിർവഹിക്കുന്നവരാണ് ആ സ്വർഗരാജ്യത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഇന്ന് നമ്മുടെ ആത്മീയ അവസ്ഥയെ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട സത്യമാണത്. മറ്റുള്ളവരുടെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും തെറ്റുകളോ പോരായ്മകളോ ബലഹീനതകളോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം വരേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, സഭയോട് പറയുകയാണ്, നീ ജീവനുള്ളത് നിനക്ക് പേരുണ്ട്, പക്ഷേ നീ മരിച്ചവനാണ്. ഈ മരിച്ചവൻ എന്നുള്ളത് എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? സഭയിലെ എല്ലാ സംഗതികളും നന്നായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരും ബാഹ്യമായ നിലയിൽ എല്ലാവരും മനസ്സിലാക്കുന്ന നല്ല ജീവനുള്ള സഭയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നാം അറിഞ്ഞിരിക്കേണ്ടത്, നാം വ്യക്തിപരമായിട്ട് ജീവൻ പ്രാപിച്ച് ജീവനുള്ള സഭയുടെ അംഗങ്ങളായിട്ട് നാം തീർന്നിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ജീവന്റെ തുടിപ്പ് എത്രത്തോളമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. മരിച്ചവന്റെ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒന്ന്, ഏറ്റവും പ്രാധാന്യമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവ് വരുന്നത്. We can understand by various things, and one of them is that the prayer life will be decreased. ദൈവത്തോട് നാം അടുക്കുന്നതിന്റെ പ്രഥമമായിട്ടുള്ള കാര്യം എന്നുള്ളത് പ്രാർത്ഥനയാണ്. One of the steps that we are crossing to the Lord, we are nearing to the Lord, that is prayer. നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. Maybe family prayer. നല്ല കാര്യം.
a family prayer, if it is there, that is good. അത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. That is very much needed. എന്നാൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളതിൽ ഞാനും എന്റെ കർത്താവുമായിട്ട് എത്ര പുസ്തകങ്ങളും സമയം ചെലവഴിക്കുന്നു. But the thing is very that individually or personally, how much time that I spent with God daily. അത് വന്നു കഴിഞ്ഞാൽ, അതിന്റെ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ നാം മനസ്സിലാക്കുക, അർബുദവ്യാധി പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മെ മരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരിക. Spending time with the Lord is seriously consider that it is a beginning of the cancer, and that is good. എനിക്ക് എന്റെ കർത്താവിന് മാത്രം അറിയാവുന്ന ഈ കാര്യത്തിൽ ഞാൻ എവിടെയാണ് എന്നുള്ളത് നാം തന്നെ ഒന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. The Lord only understand me and the Lord, and that we have to be concerned. രണ്ടാമത്തെ കാര്യം വചന അധ്യായം അല്ലെങ്കിൽ വചനം പഠിക്കുക എന്നുള്ളതാണ്. And the second aspect that we are nearing to God, that is, we are constantly obeying and meditating and learning the word. ദൈവവചനത്തെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? What word of God, concerning the word of God, what it says? അത് നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളതാണ്. It says that the word of God is needed for our life and our godliness. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ എത്ര പേർ ഒരു ദിവസം അല്പസമയമെങ്കിലും വചനത്തിന് മുമ്പാകെ വചനധ്യാനത്തിനായിട്ട് സമയം വേർതിരിക്കുന്നു? To all, that how much time we take each and every day to spend in the presence of God while reading and meditating the word of God. ഈ പാപം നിറഞ്ഞ സാത്താന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ഭൂമിയിൽ നാം ജീവിക്കണമെങ്കിൽ നമുക്ക് മാർഗരേഖ, നമുക്ക് രൂപരേഖ നൽകുന്നത് ഈ ദൈവവചനത്തിലൂടെയാണ്. But if we wanted to walk according to the ways of God, the word of God is a light and it is a path to our feet. വചനത്തിന്റെ അജ്ഞത നമ്മെ പാപത്തിലേക്ക് കൊണ്ടുപോയിരിക്കും. And the limitation of the word of God that will lead us to that. പ്രിയമുള്ളവരെ, അതിന് നമുക്ക് വചന പഠനം ആവശ്യമാണ്. And therefore we must learn and meditate and read and have a constant touch with the word of God. മറ്റുള്ളവർ അനൗൺസ്മെന്റ് ചെയ്തപ്പോൾ ബൈബിൾ ക്ലാസിന്റെ കാര്യം പറഞ്ഞു. When Monsignor was announcing, he made it out concerning the Bible class. വചനത്തിൽ നിന്ന് പറയുന്നവർക്കറിയാം, വചനം പറയാനായിട്ട് എത്രയോ സമയം ദിവസങ്ങൾ ചെലവഴിച്ചിട്ടാണ് അത് പറയുന്നത്. And those who minister for the word of God, taken in the church, like how much time they are laboring for the word. നമ്മുടെ പ്രയോജനത്തിനായിട്ട് നിർവഹിക്കപ്പെടുന്ന ആ ശുശ്രൂഷ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ കഴിയാതെ പോകുന്ന എത്രയോ പരിതാപകരമാണ്. The ministry of the word of God is for our spiritual benefit, but if we have misused it, what a sad thing it is. വചന പഠനത്തിന്റെ കുറവ് വന്നാൽ മോർച്ച ജീവന് കുറവ് അവിടെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. Of the study of the word of God, which will bring out the likeness of our wakening up. മറ്റൊരു കാര്യം, ദൈവജനവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം അഥവാ കൂടുവരുകളിലേക്ക് കടന്നു ചെല്ലുന്നതിനുള്ള അഭാവം സംഭവിക്കുന്നത്. And the aspect is the limitations of going towards the meetings of the keeping the fellowship in the faith. പ്രിയമുള്ളവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, എത്രയോ മീറ്റിങ്ങുകളെ നമ്മൾ നിസ്സാരമായി കണ്ടിട്ടുണ്ട്. Let me ask you a question, how many meetings that we have taken casually? ഇന്ന് എനിക്ക് ഇന്ന കാര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനെ അവഗണിക്കുന്നു. Today I have this thing, so I am avoiding. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ Zoom ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ അവഗണിക്കുന്നവർ. And there are people, those who doesn't like Zoom, some of them are avoiding. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു പ്രസംഗത്തിൽ ചിലപ്പോൾ ആർക്കെങ്കിലും അതൊരു പ്രചോദന വിഷയമായി തീരുന്നുണ്ടോ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Have you ever thought that my presence in that particular meeting will be an encouragement to someone? നമ്മുടെ എല്ലാവരുടെയും ചിന്തയ്ക്ക് അത് വിഷയീകരിക്കേണ്ടത് ആവശ്യമാണ്. Let it be a thought of each and every one of your life. പ്രിയമുള്ളവരെ, നാം വളരെ കൂലങ്കഷമായിട്ട് ചിന്തിക്കുക. And this we have to be very seriously considered.
മറ്റൊരു കാര്യം, പാപപ്രവൃത്തികളോടുള്ള അടുപ്പവും ആത്മാവിന്റെ ഉണർവിനെ ഇല്ലാതാക്കുന്ന പ്രവൃത്തികളും കടന്നു വന്നാൽ ചിന്തിക്കുക, നാം ആത്മീകമായിട്ട് മരിച്ചുകൊണ്ടിരിക്കുക. And there is another thing that our spiritual death determines is that if we are very close to the sinful actions, പ്രിയമുള്ളവരെ, വിശദീകരിക്കുന്നില്ല, വളരെ കൂലങ്കഷമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമാണ്. and this also we have to be very seriously considered. ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ One ആഗ്രഹിക്കുന്നു. more thing I would like to say. പ്രിയമുള്ളവരെ, നാം ദൈവസഭയിലേക്ക് കടന്നു വരുമ്പോൾ അത് പലപ്പോഴും ആചാരമായിട്ട് തിന്നു പോകാറുണ്ട്. So sometimes when we come to the presence of God for our Bible meeting or Bible study or worship will go, it becomes as a ritualistic action. പ്രിയമുള്ളവർ, ചിലപ്പോഴൊക്കെ ചിന്തിക്കും, ഞാൻ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്തില്ലെങ്കിൽ ആത്മീക നേതൃത്വം എന്നോട് ചോദിക്കും എന്തുകൊണ്ടാ വരാത്തത്. And sometimes we consider that if I am not going for this meeting, or the spiritual leaders will ask and they will question to us. ഇന്ന് അതൊരു പുതിയ വിഷയമായിരിക്കുന്നില്ല. Today is not a new day. എന്നാൽ മുൻപുള്ള നാളുകളിലൊക്കെ അതൊരു വിഷയമായിരുന്നു. But in the old days it was a subject. അതുകൊണ്ട് നിർബന്ധമായിട്ടും വന്നിരിക്കും. Because of the curse, someone will come and ask, so therefore they used to go. മറ്റൊരു കൂട്ടം ആളുകൾ ചിന്തിക്കും, ആരെന്ന് പറഞ്ഞാൽ എനിക്കെന്താ, എനിക്ക് സമയമുണ്ടെങ്കിൽ പോകും എന്നുള്ള ചിന്താഗതിക്കാം. Oh, whatever I am so close, I have some time, if I have everything is okay, then I will go. പ്രിയമുള്ളവരെ, ഇത് ഞാൻ ചിന്തിക്കുമ്പോൾ ഇത് നിങ്ങൾ ലാഭത്തോടെ കാണരുത്, ഞാനും നിങ്ങളും ലാഭത്തോടെ കാണരുത്. Now, when I say this, don't take it silly. സഭയോട് കർത്താവ് പറയുന്നു, നിനക്ക് നീ ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട് കേട്ടോ, പക്ഷേ നീ മരിച്ചവനാണെന്ന് പറയുമ്പോൾ അത് നമ്മോടുള്ള സന്ദേശമാണെന്ന് നാം ഒരിക്കലും മറക്കരുത്. God says to the church of service that you have a reputation or you have a name of alive, but you are dead. Consider that it's not only the church of service, but this message comes to us. ആരാധനയും നാം ഓർക്കാറുണ്ട്. In worship service we think of that. എന്നാ ഓർക്കുന്നത്, ഒരു കാലത്തും ഇവിടെ വരാനായിട്ട് സാധ്യത ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. There was not, I didn't have any opportunity to come over here. There was some days, I didn't have this privilege to come over. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ സാധിച്ച എത്രയോ ഭാഗ്യകരമായ കാര്യമാണ്. The thing is that as we have the privilege of coming to the presence of God. ആ ഭാഗ്യകരമായ കാര്യം സൺഡേ മാത്രം ഓർത്താൽ മതിയോ? മോൻസുപോയ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെ ആവേശം തന്ന കാര്യമാണ് ഇപ്പോൾ ഇത് പറയാനായിട്ട്. പ്രിയമുള്ളവരെ, വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ കാര്യങ്ങൾ ആചാരമായിട്ട് മാറുന്നുണ്ടോ എന്നത് നാം ചിന്തിക്കണം. എന്റെ ഹൃദയത്തിൽ ശരിയായ നിലയിൽ ഒരു സ്പർശനം സംഭവിച്ചിട്ടാണ് ഇതൊക്കെ ഈ നിലയിലൊക്കെ ആയിരിക്കുന്നതെങ്കിൽ നമുക്കെങ്ങനെ ആരാധന മീറ്റിംഗുകളിൽ അലക്ഷ്യമായിട്ടിരിക്കുവാനായിട്ട് ഇടവരുന്നു. And the heart is says that you must. So if it is in that situation, how can we sit in the presence of God? പ്രിയമുള്ളവരെ, ചുരുക്കം ചില നിമിഷങ്ങൾ മണിക്കൂറുകൾ മാത്രമാണ് നാം ദൈവത്തിന് ചെലവഴിക്കുന്നത്. അതിനുപോലും ക്ഷമയോടെ നമുക്കിരിക്കുവാനായിട്ട് സാധിക്കുന്നില്ലേ? ചിലപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ പരീക്ഷ ഭക്തിയാണെന്ന് പറഞ്ഞേക്കാം. അല്ല പ്രിയമുള്ളവരെ, ഒരിക്കലും അല്ല. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് വേണ്ടി ഉയർത്തന്നവന് വേണ്ടിയിട്ട് അവന് പ്രസാദകരമായിട്ടൊരു ജീവിതം നയിക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു പാട്ടുകാരൻ പാടിയ വരികൾ ഇപ്രകാരമുണ്ട്: ഉണരിൻ ഉണരിൻ സോദരരെ, ഉറങ്ങാനുള്ളൊരു നേരമാണോ ഇത്?
ഉയർന്നവനായിട്ട് ജീവിപ്പാനുള്ള നേരമല്ലേ ഇതെന്ന് ആ പാട്ടുകാരൻ പറയുകയാണ്. വളരെ ഗൗരവത്തോടൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നാം പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുന്ന വിഷയമാണ്. ലോക സംഭവങ്ങളെല്ലാം നമ്മുടെ അരുമനാഥന്റെ വഴവ് വിളിച്ചറിയിക്കുന്നതെന്ന് നാം ഓർക്കുന്ന വിഷയമാണ്. കർത്താവ് എപ്പോൾ വരുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവൻ കള്ളനെ പോലെ വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കാണുന്ന സംഭവങ്ങൾ അതിനേക്കായി കൂടുതലായിട്ടുള്ള സംഭവങ്ങൾ ആദിമ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഒരു കാര്യമുള്ള സമയം തന്നിരിക്കുക, ശ്രമപ്പെടുത്തുവാനായിട്ടുള്ള സമയം. എന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം കർത്താവിന് വേണ്ടി ഏത് നിലയിൽ പ്രസാദകരമായിട്ട് ചെലവഴിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് നാം അറിയേണ്ടത് വളരെ ആവശ്യമാണ്. My personal life, how much profitably I can use it for the Lord. പ്രിയമുള്ളവരെ, നാം ഇവിടെ പറയുന്ന നിലയിൽ നമ്മുടെ ജീവന്റെ അവസ്ഥ എങ്ങനെയെന്നുള്ളത് വിലയിരുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Here that we have meditated on this things concerning the church of service. Let us think our life, how is it? ജീവനുള്ളവന്റെ ലക്ഷണം എന്താണ്? What is the symptoms of the people who are alive? അവൻ ദൈവാത്മാവ് അവനെ നടത്തുന്ന ദൈവാത്മാവായി. And the Spirit of God will lead him. എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ഒരു അടുത്ത ബന്ധം അവനുണ്ട് എന്നുള്ളതാണ്. And that means he has a closer relationship with the Lord. മാത്രമല്ല അവന് വിശ്വാസവും അനുസരണവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. And there is another thing that he will have the faith and the obedience. യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് ഇപ്രകാരം വായിക്കുന്നുണ്ട്, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്യാതെ അതിനെ ചെയ്യുന്നവരായിട്ട് വിളിക്കുവാനായിട്ട് അവിടെ പറയുന്നുണ്ട്. മാത്രമല്ല അവനൊരു വളർച്ചയുണ്ടായിരിക്കും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തലൻ പറയുന്നത്, ദൈവ സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഞാൻ ഒന്ന് ചെയ്യുകയാണ്. പിമ്പിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലുള്ളതിലേക്ക് ഞാൻ പരമവിളിയുടെ ലാസ്റ്റിലേക്ക് ഞാൻ ഓടുകയാണ്. ഓടണമെങ്കിൽ എന്ത് വേണം? ജീവന്റെ തുടിപ്പ് നന്നായിട്ടുള്ളവർക്ക് ഓടാൻ പറ്റുള്ളൂ. നമുക്കറിയാം, ചെറുപ്പക്കാർ ഓടുന്ന പോലെ ചില പ്രായമുള്ളവർക്ക് ഓടാൻ പറ്റുകയില്ല. ഇവിടെ പറയുകയാണ്, ഞാൻ ലാസ്റ്റിലേക്ക് ഓടുകയാണ്, ആത്മീയമായിട്ടുള്ളൊരു ഓട്ടം. എന്തിനാണ് ഓട്ടം നടത്തുന്നത്? ഓടുന്നവർ വിജയം പ്രാപിക്കാനാണ് ഓടുന്നത്. പ്രിയമുള്ളവരെ, വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ഒരു നല്ലൊരു ഓട്ടം നടത്തേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, ഓടുമ്പോൾ അവർക്ക് ശാരീരികമായിട്ടുള്ള അവരുടെ പല കാര്യങ്ങളും പരിഹരിച്ചിട്ടായിരിക്കും പോകുക. ശാരീരികമായിട്ടുള്ള പല പ്രയാസമുള്ളവർക്ക് ഓടാനായിട്ട് പറ്റുകയില്ല. എന്നാൽ അതിനുവേണ്ടി എല്ലാ ഉപാധികൾ സ്വീകരിച്ചിട്ടാണ് അവർ ഓടുന്നത്. ഓടുന്നവർക്ക് അവർക്ക് പ്രത്യേകമായ ഡ്രസ് കാര്യങ്ങളുണ്ട്. അവർ കാര്യം ഉപയോഗിക്കേണ്ടതായിട്ട് ഷൂസ് ഉണ്ട്. ഇതെല്ലാം ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്മീക സത്യങ്ങളെ ഓർപ്പിക്കുന്നതാണ്. മറന്നു പോകരുത് പ്രിയമുള്ളവരെ. ആത്യന്തികമായിട്ട് ഓർപ്പിക്കുന്ന സത്യം വിശുദ്ധി പരിപാലിക്കപ്പെടേണ്ട ജീവിതമായിരിക്കണം നമ്മുടെ ഓരോരുത്തരും. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടെ ചിന്തിക്കുക. നമ്മുടെ ഓരോ പ്രവൃത്തികളും
ദൈവനാമത്തിന്റെ മഹത്വത്തിന് ഉതകുന്നതായി തീരേണ്ടത് ആവശ്യമാണ്. And each and every action what we do by God's name should be glorified. ദൈവമുള്ളവരെ, ഈ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. And these we have to be considered in our spiritual life. പേരിനും പെരുമയ്ക്കും വേണ്ടിയിട്ട് നാം ഒന്നും ചെയ്യരുത്. Don't do anything for name's sake. ഇന്ന് നമ്മുടെ വേർപെട്ട സഭകൾക്ക് അനേകമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സഭകൾ. And there are many things that are in the Christian among the believers. സുവിശേഷീകരണ പ്രവർത്തനങ്ങളുണ്ട്, And there is a lot of preaching of the gospel. ബൈബിൾ ക്യാമ്പുകളുണ്ട്, There's a lot of Bible camps അത് കൺവെൻഷനുകളുണ്ട്, and religious conventions. അതുപോലെ സഭയ്ക്കുള്ളിൽ നടക്കുന്ന അനേകമായ സ്പെഷ്യൽ പ്രോഗ്രാം, പല നിലയിലുള്ള പ്രോഗ്രാമുകളും കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതാണ് ഉണർവുകൊണ്ട് ഉണ്ടാകേണ്ട കാര്യമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ദൈവവചന പ്രകാരം അത് തെറ്റാണ്. അത് വേണ്ട എന്നല്ല, അതല്ല അതിന് മാനദണ്ഡമായിരിക്കുന്നത്. These are the spiritual revivals or the restoration, then we are in the wrong path. പ്രിയമുള്ളവരെ, ഉണർവ് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ വ്യക്തിപരമായുള്ള ജീവിതം ആദ്യം ഉണർത്തപ്പെടേണ്ടത് ആവശ്യമാണ്. These are revivals or restoration if we are learning. The first thing should take place in our own personal life. നമുക്കറിയാം, ശിംശോൻ ഭയങ്കരമായിട്ടുള്ള ശക്തിമാനായിട്ടുള്ള ആളായിരുന്നു. We know something he was very strong man. അവൻ അപമാനത്തിൽ ഉറങ്ങിയിരുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ. He slept in the worldly way. ഏലിയാവിനെ കുറിച്ച് നമുക്കറിയാം. We know Elijah. മഹാനായ വ്യക്തിയാണ്. He was a spiritual, strong, stalwart in spiritual activity. കേവലം ഒരു സ്ത്രീയുടെ വാക്കിന്റെ നിരാശയിൽ അവൻ ഉറങ്ങി. But because of one statement of a woman, he became so asleep. അതുപോലെ യോന ഉറങ്ങിയത് അനുസരണ കേട്ടില്ല ഉറങ്ങിയത്. Jonah, he slept because of the disobedience. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യൂത്തിക്കോസ് ഉറങ്ങിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. In New Testament, we see Pentecost. അവിടെ നാം വായിക്കുന്ന അനേകം വിളക്കുകൾ അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് അവൻ ഉറങ്ങിയത്. And there were many lights, but among the light, in the midst of the light, he slept. പ്രിയമുള്ളവരെ, നാം ഉറങ്ങുന്നവരാണോ? We are sleeping. ശാരീരികമായ ഉറക്കത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. I'm not saying about the physical sleepiness. നാം ആത്മീകമായി ഉണർന്നിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. And we must be awakened in spiritual. ഇവിടെ നമുക്ക് സമയം കർത്താവ് തരികയാണ്. And the Lord graciously grants the time. രണ്ടാം വാക്യത്തിന്റെ ആദ്യത്തിൽ അതാണ് നാം കണ്ടത്. And we get to the beginning part we have seen. ഉണർന്നു കൊള്ളുക, സാധാരണ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. And strengthen what remains. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയായിട്ട് കണ്ടിട്ടില്ല. For I have not found your work complete in the sight of my God. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? So if the Lord says, looking upon us and say that what is your attitude? ശ്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് ദൈവം സമയം തരുന്നുവെങ്കിൽ നാം അത് യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട് കഴിയേണ്ടത് ആവശ്യമാണ്. If God gives the time to prepare us, we must use it. യെഹിസ്കീയാവിന് മരണകരമായ രോഗം പിടിപെട്ടപ്പോൾ We know that he got a disease to take his life. അവന്റെ പ്രാർത്ഥനയും ആവശ്യങ്ങളും അറിഞ്ഞ് അവന് ആയുസ് നീട്ടിക്കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ And കഴിയും. God's his loving and prayer, Lord has strengthened his life. പ്രിയമുള്ളവരെ, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. In other words, this is the time, good time. ഇപ്പോഴാകുന്നു രക്ഷാദിവസം. And this is the day of salvation. അടുത്ത ദിവസം നമുക്കുള്ളതല്ല, And tomorrow, the next day is not ours. അടുത്ത നിമിഷങ്ങൾ നമുക്കുള്ളതല്ല, And the next hours is not ours. ഇപ്പോഴാകുന്നു. This is the time. അതാണ് ദൈവവചനം പറയുന്നത്. And the word of God says so. ഇന്നിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മെ And സഹായിക്കട്ടെ. we must acknowledge the value of today. നാം പലപ്പോഴും ഓർക്കാറുണ്ട്, നമുക്ക് നാളെ എന്താകും എന്നുള്ളതിനെ കുറിച്ച് നാം ആശങ്കാകുലരാണ്. Many times we see that tomorrow what will come, we are just anxious about it. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഇന്ന് നമുക്ക് സമയമുണ്ടെങ്കിൽ എന്തുകൊണ്ട് നാം അത് ചെയ്യുന്നില്ല? But today we have time, why we are not doing it? പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടെ ചിന്തിക്കുക. And we have to think of this. ഇവിടെ യോഹന്നാൻ
യോഹന്നാന്റെ കർത്താവ് ഇത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ സഭയോട് പറയുക, നിനക്ക് ജീവനുള്ളവൻ എന്ന പേര് നിനക്കുണ്ട്, പക്ഷേ നീ മരിച്ചവരാണ്. നമുക്ക് സമൃദ്ധിയായിട്ട് ജീവനുണ്ടാകുവാൻ ഈ ഭൂമിയിലേക്ക് സ്വർഗം വിട്ട് താണിറങ്ങി കടന്നു വന്ന ആ കർത്താവിൽ വിശ്വാസമുള്ളവരായിട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ വലങ്കരം അത് വീണ്ടും പ്രവർത്തിക്കുന്നതാണ്. ലോകം കണ്ട ശക്തിമാന്മാരിൽ ഒരാളായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ അലക്സാണ്ടർ എന്നുള്ള ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ധൈര്യശാലിയും ശക്തിമാനുമായിരിക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ കീഴിലുള്ള അലക്സാണ്ടറിന് പേടിയായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തി അവരോട് പറഞ്ഞു, അലക്സാണ്ടറെ, നീ ഒന്നുകിൽ ധൈര്യമുള്ളവനായിട്ടിരിക്കണം, അല്ലെങ്കിൽ നീ നിന്റെ പേര് ഉപേക്ഷിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് ഈ കർത്താവിന്റെ നാമത്തിന് കളങ്കം ചാർത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. പരിഹാരമൊന്നും ഇല്ലാത്ത ഒരു കാര്യവും ദൈവവചനത്തിൽ പറയപ്പെടുന്നില്ല. അവൻ എല്ലാത്തിനും വേണ്ടി പരിഹാരം വരുത്തുന്നവനും സമാപ്തി വരുത്തുന്നവനുമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കാം. ഈ അനുഗ്രഹീതമായ പദവിയിലേക്ക്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരാതിരിക്കുന്നവർക്ക് ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ അനേകം നായകന്മാർ എഴുന്നേറ്റിട്ടുണ്ട്. അവർ മോഷ്ടിപ്പാനും അടിപ്പാനും മുടിപ്പാനുമാണ് കടന്നു വന്നത്. എന്നാൽ നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും കടന്നുവെന്ന് അരുളി ചെയ്തവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് അവന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. The one who came from heaven to this world to grant us life and life abundant, and believe in Him and trust in Him and accept Him as your Lord and Savior. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന പേരിന്റെ അർത്ഥം നിലനിർത്തുവാൻ നമ്മെ കർത്താവ് സഹായിക്കട്ടെ. The name that we have received, let us maintain the quality of the name. ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ കർത്താവ് ശക്തി നൽകട്ടെ. And moreover, if the requirement is needed, the Lord grant the grace to do the requirement. ദൈവ തിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. God